ഹലോ ഗൈസ്, നമ്മൾ ഈ നൈറ്റ് വണ്ടി എടുത്തിട്ട് പോണ വേറെ കൂടെ അല്ല, ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിന്റെ പൂരാണ്. അപ്പൊ പൂരത്തിന് കുറച്ച് ദിവസം മുമ്പിലെ നൈറ്റുകളിലൊക്കെ അവിടെ ഒരു ദിവസം ഒരു പരിപാടികൾ ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കയ്യൊട്ടിക്കളിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലം, ചെറുകുളം ശ്രീ ഭദ്രാളി ക്ഷേത്രം. അങ്ങനെ നമ്മളവിടെ പോയപ്പോഴാണെങ്കിലും നിറച്ച് ജനായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ചു നേരം കാത്തിരുന്നപ്പിക്കാൻ കുട്ടികളുടെ പരിപാടി തുടങ്ങി. കാര്യം പറയാലോ, നല്ല രസമാണ് കയ്യൊട്ടിക്കളി കണ്ടിരിക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവര് തീ കൊണ്ടുപോയി. അങ്ങനെ ആ ടീമിന്റെ കളി കഴിഞ്ഞ് വയ്ക്കാനെ പിന്നെ കുറച്ചു നേരം ലേലം വിളിയായി. ലേലം വിളിക്കില്ലെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലേലം വിളി കണ്ടിരിക്കാൻ. കാരണം വില ഇല്ലാത്ത സാധനത്തിനൊക്കെ ആ ടൈമിൽ നല്ല വിലയായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അടുത്ത ടീമിന്റെ കളി തുടങ്ങി. പിന്നെ കയ്യൊട്ടിക്കളി പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ പിന്നെ ആ ടീമിന്റെ കളി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടീമായി. പിന്നെ അത് കാണാനാണെങ്കിലും അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ കളി തുടങ്ങി. പിന്നെ ഈ മൂന്നാമത്തെ കളിയായപ്പോൾ നമ്മൾ ആദ്യം നിന്ന പൊസിഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തി. കാരണം വേറെ ഒന്നല്ല, അവിടെ നിന്നിട്ട് അധികം അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ലാസ്റ്റ് ടീമിനൊപ്പം പിന്നെ ദേവിയൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ കുറെ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. സത്യം പറയാലോ, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആൾക്കാരെല്ലാവരും പിന്നെ മടക്കായി. കാര്യം പറയാലോ, പൂരപ്പറമ്പ് ഫുള്ള് ആളായിരുന്നു. കാരണം നല്ല ജനങ്ങളുണ്ട്. അങ്ങനെ നമ്മളാകും കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോയി. അപ്പൊ ഓക്കേ.